ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് അടുത്തൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി കണ്ടാലോ. മണാലിയിൽ പോകുന്നവർക്ക് അധികമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് റിവർ റാഫ്റ്റിംഗ്. അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ നല്ല സൂപ്പർ ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നമുക്ക് തണുത്ത വെള്ളത്തിൽ കൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. കുറച്ചുകൂടെയൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ പോയപ്പം അത്യാവശ്യമൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ലൊരു നല്ല എന്താ പറയുക, നമുക്ക് അഡ്വെഞ്ചറസ് ആയിട്ട് കുറേ പേർക്ക് ഇങ്ങനെ പറ്റുന്ന ആക്ടിവിറ്റി ആണല്ലോ. പാരാഗ്ലൈഡിങ് പോലെ പേടി ഒന്നും തോന്നേണ്ട ഒരു ഇതില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോട്ട് ഉണ്ടാകും. അപ്പം അതിൻ്റെ കൂടെ ഒരു ബോട്ടിൻ്റെ ഒരു ഡ്രൈവർ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ബോട്ടിലെന്ന് വെച്ചാൽ 6 പേരാണ് ആക്ച്വലി വേണ്ടത്. ഇപ്പം ഞങ്ങളതിൽ ഒരാൾ കൂടെ എക്സ്ട്രാ ഉണ്ട്. ഞങ്ങളുടെ ടീമിൽ ഒരാൾ എക്സ്ട്രാ ഉള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ 6 പേരെ ഇങ്ങനെ ആണ് ഇരുത്തുന്നത്. ശരിക്കും പറയുമ്പോൾ 6 പേരെന്ന് പറയുമ്പോൾ വെയിറ്റ് കൂടിയാൽ ആ എൻഡിലായിരിക്കും. പിന്നെ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞാലും മിഡിലേക്ക് അങ്ങനെ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു റോപ്പില്ല, അതിൽ എല്ലാവരോടും പിടിച്ചു നിൽക്കാൻ പറയും. ഇതിങ്ങനെ പോകുന്നതനുസരിച്ച് ലൈക്ക് ഒരു ഷേക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇവരെന്നെ ഡ്രസ്സും ഒരു ഹെൽമെറ്റും തരും. പിന്നെ ലൈഫ് ജാക്കറ്റും ഉണ്ടാകും. അപ്പം അതിനെല്ലാം കൂടെ നിങ്ങൾക്ക് കോസ്റ്റ് ആയത് 600 രൂപയാണ് പെർ പേഴ്സൺ. അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇവർ കുറേ ഇൻസ്ട്രക്ഷൻസ് തരും. ഇങ്ങനെ ആൾക്കാർ ഇരിക്കേണ്ടത് എങ്ങനെയാണ്. പിന്നെ ഇൻ കേസ് നമ്മളെ ബോട്ട് എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ലൈക്ക് ജമ്പ് ചെയ്യണം. അങ്ങനെ പറയും, ജമ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ അത് കുറച്ചൊന്ന് ഒരു കല്ലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കോളും. പിന്നെ അതല്ലെങ്കിൽ ചില നേരം നമ്മളോട് എണീറ്റ് ഒന്ന് നടുവിലേക്ക് ഇരിക്കാൻ പറയും. അങ്ങനെ അവർ തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് തരും. പിന്നെ നമ്മുടെ ഈ പൈലറ്റൊക്കെ അവരൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഇങ്ങനെ ഓരോ കഥ പറയും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി നടക്കുന്നത് നമ്മളെ ബിയാസ് റിവറാണ്. നമുക്കറിയാം, ഒരു വലിയ റിവറാണ് മണാലിയിലൂടെ ഒഴുകുന്നത്. ബിയാസ് റിവറിൻ്റെ ഇതിൽ കൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ക്രിഷ് സിനിമ ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. അതുപോലെ നമ്മളിങ്ങനെ എന്താ പറയുക, ഈ വെള്ളം ആ ബോട്ടിൻ്റെ ഒക്കെ താഴെ ഒക്കെ ചില നേരം എത്തും. അപ്പം കാലൊക്കെ നല്ല തണുത്തിട്ടാണ് ഉണ്ടാകുന്നത്. എന്തായാലും നമുക്ക് നല്ലൊരു അഡ്വഞ്ചർ ഫീലാണ് കേട്ടോ ഈ ഒരു റിവർ റാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് നല്ലോണം തണുക്കും കേട്ടോ. ഇതിനകത്ത് ഇരുന്ന കാലൊക്കെ ഫ്രീസായിട്ടായിരിക്കും നമ്മൾ പുറത്തിറങ്ങുന്ന ടൈമിലുണ്ടാവുക. ഇതിപ്പോൾ ഞങ്ങൾ പോയത് അങ്ങനെ അധികം ലൈക്ക് സ്നോ ആയിട്ടൊന്നും ഉള്ള ടൈമല്ല. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ആവാനുള്ള ആ ഒരു തണുപ്പായിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും നമ്മളെ കാലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര തണുത്തിരിക്കുകയായിരുന്നു. അതുപോലെ ഇവരിങ്ങനെ നമ്മളോട് പറയും ഇടയ്ക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതൊക്കെ നമ്മൾ ടയേർഡായി പോകും. ഇത്ര പേരുണ്ടെങ്കിലും നമ്മളത് എല്ലാവരും കൂടെ ഒരു ഫോഴ്സ് ഇട്ടിട്ട് വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭയങ്കര തളർന്നു പോകും നമ്മൾ. പക്ഷേ നമുക്കിങ്ങനെ ഇരുന്ന് ബാക്കി നമുക്ക് നല്ലൊരു അഡ്വഞ്ചർ ഫീല് വരുന്നുണ്ട്. അത് നല്ലതായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പാറയുമ്പോൾ കൊണ്ടുപോയി മുട്ടും. പക്ഷേ അതൊക്കെ നല്ല സുഖമാണ് നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. പിന്നെ അവർ പറഞ്ഞത് ഈ വാട്ടർ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ്. മേലെ നിന്ന് വരുന്നത് തന്നെ ആയതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇതിപ്പം നമ്മൾ വായിലായി പോയാലും കുഴപ്പമൊന്നുമില്ല. ലൈക്ക് ഇത് നല്ല പ്യുവർ വെള്ളമാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവരിങ്ങനെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് റെക്കോർഡിങ്സ് ഉണ്ടാക്കും. നമ്മളെ ഫോട്ടോസൊക്കെ കുറേ എടുക്കും. എല്ലാവരോടും ഇങ്ങനെ പോസിലിരിക്കാൻ പറഞ്ഞിട്ട് കുറേ ഫോട്ടോസും പിന്നെ കംപ്ലീറ്റ് അതിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോസ് അവർ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ തരും. അതും പെർ പേഴ്സൺ 200 രൂപയാണ് ഞങ്ങൾ അതിന് ചാർജ് ചെയ്തത്. കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ലൈക്ക് നല്ലൊരു ഫീലാണ് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പറ്റിയതാണ്. നമുക്കങ്ങനെ പേടിക്കാൻ മാത്രമായിട്ടൊന്നുമില്ല. വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നു എന്നുള്ളൊരു ഇതേ ഉള്ളൂ.
വെള്ളം കുറവ് കൂടുതൽ അങ്ങനെ ആ ഒരു ഇഷ്യൂ ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ലാസ്റ്റ് സാധാരണ റിവർ റാഫ്റ്റിംഗ് ഉള്ളതുപോലെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇവിടെ പിന്നെ ഒഴുക്കുള്ളതുകൊണ്ടായിരിക്കും അത് ചെയ്യാത്തത്. എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പം തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. എന്നാൽ കൊള്ളാം, നല്ലൊരു ഫീലുണ്ട് നമുക്ക്. അപ്പം മണാലി പോകുന്നവരെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. നല്ലൊരു ആക്ടിവിറ്റിയാണ്, അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ. നല്ലൊരു വാം ഫ്രഷപ്പ് ആവുന്നൊരു ആക്ടിവിറ്റിയാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതിപ്പം അവിടെ കരേൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ ജാക്കറ്റും ഹെൽമെറ്റൊക്കെ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് അവിടെ റൂംസ് ഉണ്ടാകും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ അധികമൊന്നും നനയില്ല, ജസ്റ്റ് കാലിൻ്റെ ആ ഭാഗമൊക്കെ ഒന്നും നനയുള്ളൂ. ബാക്കി നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അധികമൊന്നും നനയില്ല. പിന്നെ അതുപോലെ നമ്മളവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറേ പേരിങ്ങനെ ചായ, മാഗി അങ്ങനെയൊക്കെ വിൽക്കുന്നതുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ അവിടെ അവർ തീ ഇങ്ങനെ ഇട്ട് കത്തിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ചുറ്റി നമുക്കൊന്ന് വാമാവാം. കാരണം നല്ല തണുപ്പായിരിക്കും, കാലൊക്കെ ഇങ്ങനെ മരവിച്ച് കിടക്കുകയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് വാമായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നൊന്ന് റിലാക്സൊക്കെ ചെയ്തിട്ട് പിന്നെ പോയാൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മണാലി പോവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. ഓക്കെ, ബൈ.